ഇതാണ് കേട്ടോ നമ്മുടെ ചഞ്ചലിൻ്റെ എൻഗേജ്മെൻറ്റ് ലുക്ക് നമ്മൾ തന്നെയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനെക്കുറിച്ചാണ് ചഞ്ചൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരെല്ലാവരും പറഞ്ഞു എനിക്ക് ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലെല്ലാം പോയപ്പോൾ അവിടെ ഞാൻ റൂമിലോട്ട് കിടക്കുമ്പോൾ അത് നല്ലതായിരുന്നു ഇത് നല്ല കുറെ പേര് ചോദിച്ചായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് ഇവിടെ ചേച്ചിക്കെല്ലാം ചേച്ചിക്ക് സമയം ഉണ്ടാവും പറയും. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ചേച്ചീൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വേറെ കൊടുത്തോ, വേറെ വിളിച്ചോ. ചഞ്ചലിൻ്റെ എൻഗേജ്മെൻറ്റ് ലുക്കിന് എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. പെട്ടെന്ന് സുഖമില്ലാണ്ടായതാണ്. എന്താ പറ്റിയെന്ന് എനിക്ക് പോലും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തീരെ വയ്യാണ്ടായി. എനിക്ക് ഒട്ടും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ അന്ന്. ചില ദിവസങ്ങൾ നമ്മുടേതായില്ലാതെ നമ്മൾ പറയില്ലേ, അങ്ങനൊരു ദിവസമായിരുന്നു കേട്ടോ അത്. എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ ചഞ്ചൽ എന്നെ വീണ്ടും വിളിക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഇതിൻ്റെ മുന്നിൽ തന്നെയാണ് ഫുൾ ഡേ. ഒന്ന് കണ്ട ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ചഞ്ചലിൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലംസും ആ മുഖത്തെ എല്ലാ ഫീച്ചേഴ്സിനെ കുറിച്ചും എനിക്ക് നല്ല ഓർമ്മയും ധാരണയും ഉണ്ടായിരുന്നു കേട്ടോ. ഫേഷ്യൽസ് മുന്നേ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ കല്യാണം അടുപ്പിച്ച് ചെയ്യണ്ട എന്ന് ഞാൻ എൻ്റെ ബ്രൈഡ്സിനോട് പറയാറുണ്ട്. ചിലപ്പോൾ സ്കിൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിനെക്കുറിച്ചാണ് ചഞ്ചൽ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗുരുവായൂർ വെച്ച് കെട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 മണിക്ക് പരിപാടി തുടങ്ങി കേട്ടോ. 6 മണിയാകുമ്പോഴത്തേക്കും ചഞ്ചലിനെ ഫ്രീ ആക്കണമായിരുന്നു. സ്കിൻ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണേ. നമുക്ക് ചഞ്ചലിൻ്റെ ഇന്ന് 3 ലുക്ക് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ലുക്ക് ടെമ്പിൾ ലുക്ക്, പിന്നെ സെക്കൻഡ് ലുക്ക് മണ്ഡപം ലുക്ക്, പിന്നെ ഈവനിങ് റിസപ്ഷൻ ലുക്ക്. അങ്ങനെ 3 ലുക്കാണ് കേട്ടോ നമുക്കുള്ളത്. 3 ലുക്കും കാണാൻ മറക്കല്ലേ. ഒരു കറക്കം കറങ്ങിയൊക്കെ ചെയ്തിട്ട് എനിക്ക് കറങ്ങാൻ പറ്റുന്നില്ല. ഒരൊറ്റ ഘട്ടം കറങ്ങിയാൽ തന്നെ ഞാൻ തലകറങ്ങി വീഴുന്നു. പിന്നെ സെറ്റ് സാരിന്റെ ഇതിലും ഞാൻ മറ്റേ ഈ ഒരു അവസ്ഥയിൽ മുടി അത് ശരിയാണ്. അപ്പൊ രാവിലത്തേലാകുമ്പോ അധികം പ്രശ്നമില്ലാണ്ട് അങ്ങനെ തീർന്നു. 3 ലുക്കും എങ്ങനെ വേണം എന്നൊക്കെയുള്ളത് ഏകദേശമൊക്കെ ചഞ്ചൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഐഡിയാസും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ. അതിൻ്റെ കട തീർക്കുന്ന പോലെ ഞങ്ങൾ ഒത്തിരി വിശേഷം പറയുമായിരുന്നു ഇന്ന്. പിന്നെ നമ്മള് വീട്ടിൽ നിന്ന് മാറി നിന്നാൽ തന്നെ നമ്മൾക്ക് അങ്ങനെ കല്യാണം കിട്ടില്ല. ഞാൻ പുറത്തെല്ലാം പോയി തുടങ്ങിയപ്പോ തന്നെ കസിൻസിന്റെ കല്യാണം ഒന്നും കിട്ടുന്നില്ല. ചിലപ്പോ എന്തെങ്കിലും IT ഫീൽഡിലുള്ളത് കൊണ്ട് തന്നെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ആൾക്ക് ഉണ്ട് കേട്ടോ. എന്നോട് ഡാർക്ക് സർക്കിൾസ് ഉള്ള ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങൾ ഇതിന് ഒരു പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളത്. ശരിക്കും റീസണെ ചികിത്സിക്കുക എന്നാണ് നമ്മൾ പറയുക കേട്ടോ. നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് ജെനറ്റിക്കലി ആണോ ഈ പ്രോബ്ലം ഉള്ളത് എന്നാൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ എന്തായാലും കാണണം. അതല്ല നിങ്ങൾക്ക് സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിൽ അത് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ കുറയ്ക്കുക. കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഗ്ലാസ്സസ് ഒക്കെ വെയർ ചെയ്യുക. അതല്ല ഉറക്കാണ് പ്രശ്നമെങ്കിൽ അതാണ് സോർട്ട് ഔട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഏത് പ്രൊഡക്റ്റ് മേടിച്ച് ഡംപ് ചെയ്തിട്ടും കാര്യമില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐ മേക്കപ്പും കഴിഞ്ഞ് ഞങ്ങൾ ബേസ് അങ്ങ് കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ ചഞ്ചലിൻ്റെ. ഫൗണ്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, അൺഡ്രൈ കൺസീൽ ചെയ്യാണ് കേട്ടോ. ചഞ്ചലിന് നല്ല ഭംഗിയുള്ളൊരു സ്കിന്നായിരുന്നു കേട്ടോ. നമ്മൾ ബ്ലെൻഡ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇഷ്ടം തോന്നുന്ന നല്ലൊരു സ്കിന്നായിരുന്നു. ഞാൻ ചഞ്ചലിനോട് പറയുമായിരുന്നു സ്കിന്നെ ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളത്. എൻ്റെ എല്ലാ ബ്രൈഡ്സിനോടും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ സ്കിന്നിനെ ടേക്ക് കെയർ ചെയ്യണം എന്ന്. നമ്മളിപ്പോൾ ചെയ്യുന്ന സെൻറ്റർ പോർഷൻ ബ്രൈറ്റനിങ് ആണ് കേട്ടോ. ബ്രൈഡ്സിൻ്റെ ഫേസിന് നോക്കിയിട്ടും സ്കിൻ ടോൺ നോക്കിയിട്ടും ഒക്കെ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ബ്രൈഡ്സ് ഇത് വേണ്ടെന്ന് പറയാറുണ്ട്. അവർക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഓൾറെഡി സ്വെറ്റായി ഒരു 5-6 അവറിനൊക്കെ ശേഷം അവരുടെ സ്കിൻ ടോൺ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവർ ഡള്ളാവുന്നതിനൊപ്പം മേക്കപ്പിന് ഡള്ളായ പോലെ ഫീൽ ചെയ്യും. സോ സെൻറ്റർ പോർഷൻ ബ്രൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ആ ലുക്കും നിങ്ങൾ സെൻറ്റർ പോർഷൻ ബ്രൈറ്റ് ചെയ്യാതെ സ്കിൻ ടോൺ മാത്രം ബേസ് ചെയ്ത് മേക്കപ്പ് ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് അതായിരിക്കും വരിക കേട്ടോ. നമ്മൾ ലൈറ്റായിട്ടാണ് ചഞ്ചലിന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നത്, ആ ചീക്കൊന്ന് എൻഹാൻസ് ചെയ്യാൻ, അതിനു വേണ്ടി മാത്രം. വളരെ സ്വീറ്റായിട്ട് സംസാരിക്കും, നല്ല സ്മൈലും ഉള്ള ആളാണ് കേട്ടോ ചഞ്ചൽ. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ബ്രൈഡ്സിൽ ഒരാളാണ് ചഞ്ചൽ. ആ മുടീനെ അപ്പുറത്തോട്ടൊക്കെ നല്ലോണം ചിരിക്കരുത്. അങ്ങനെ പറയുന്നത് സമ്പാദ്യമാണ്. കാശ് കൊടുക്കണ്ടല്ലോ. അത് രസമാണ് കേട്ടോ. അല്ലേ, നല്ലതല്ലേ അവിടെ ചിക്കൻ കോണ്ടോർ ചെയ്തിട്ട് ഒന്നും കൂടെ അത് നല്ല രസമായി. എൻ്റെ അനിയനും ഞാനും കൂടെ കൂടിയിട്ടായിരുന്നു കേട്ടോ ചഞ്ചലിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്.
നമ്മൾ ബ്ലഷും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് പൗഡർ സെറ്റിങ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനിയൊരു കാര്യം പറയാനുള്ളത്, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് അവർക്കാട്ടോ. നിന്ന് നമ്മുടെ കാലിൻ്റെ ഊപ്പാടെത്തുന്നത് നമുക്കറിയാലോ. അതുകൊണ്ടാട്ടോ ഞാൻ ഫസ്റ്റ് മേക്കപ്പ് ഒക്കെ ഇപ്പോൾ ഇരുന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ കാലിന് വേദനയ്ക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊന്ന് ട്രൈ നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വേറൊരു ടിപ്പും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബ്രൈഡിന് തന്നെ കൺഫ്യൂഷനാണ് ലിപ്സ്റ്റിക്ക് ഏത് ഷെയ്ഡ് പോകണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബ്രൗൺ കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. ഡാർക്ക് ലിപ്സ്റ്റിക്കിനും ന്യൂഡ് ലിപ്സ്റ്റിക്കിനും ബ്രൗൺ ആദ്യം കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലൈനർ ഫില്ല് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ അതേപോലെ അണ്ടർ ഐയിൽ എന്തുകൊണ്ടാണ് മസ്കാരയുടെ സെയിം ഷെയ്ഡ് ബ്ലെൻഡ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഷാഡോ ഇങ്ങോട്ടും ക്രിയേറ്റ് ആയ ഐ മേക്കപ്പ് അടിപൊളിയായിട്ട് കാണാനാണ് കേട്ടോ. ചഞ്ചലിനിട്ട ലെൻസ് ഏതാന്ന് പറഞ്ഞു തന്നില്ലല്ലോ. ഫ്രഷ് ലുക്കിൻ്റെ പ്യൂർ ഹേസലാട്ടോ. ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്ന അതേ കളർ തന്നെയാണിത്. നല്ല സെർട്ടിൽ മേക്കപ്പ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് മേക്കപ്പ് ഒക്കെ ഫിനിഷ് ആയിട്ട് വരും കേട്ടോ. നമ്മളൊരു വിങ് ഒക്കെ ഇട്ടാണ് ഐലൈനർ എഴുതി കൊടുത്തത്. നല്ല ഭംഗിയുള്ള കണ്ണുമായിരുന്നു കേട്ടോ ചഞ്ചലിന്. അത് അങ്ങനെ നമ്മൾ ഫില്ല് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹെയറൊക്കെ ഡ്രൈ ചെയ്ത് ക്രിംപ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണ് കേട്ടോ. ചഞ്ചലിൻ്റെ ഹെയറിൽ ഒട്ടും എണ്ണ പോയിട്ടേ ഉണ്ടായിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈൻ ഇടാൻ നോക്കിയിട്ട് എന്ത് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നില്ല. പ്രോപ്പറായിട്ട് ഹെയറിൽ ഓയിൽ പോയിട്ടില്ലെങ്കിൽ ഇത് തന്നെയാണ് മിക്ക ബ്രൈഡ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ലൈൻസൊക്കെ ഇട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ ഉള്ള സ്ട്രഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പ്രോപ്പറായിട്ട് ക്രിമ്പ് പിടിക്കത്തില്ല, നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. എന്തുകൊണ്ട് ഷാമ്പു ഇട്ടിട്ട് അങ്ങനെ വരുന്നതെന്ന് അറിയാമോ? വളരെ മൈൽഡ് ഷാമ്പു ആണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഡെയിലി യൂസിന് നമുക്ക് അത് തന്നെയാണ് കേട്ടോ ബെറ്ററും നമ്മുടെ ഹെയറിന് നല്ലതും ഒക്കെ. പക്ഷേ ഇങ്ങനെയുള്ള നമുക്ക് വൺസ് ഇൻ എ ടൈം യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മുടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാമ്പു ഇല്ലേ, 1 രൂപ സാക്ഷയുടെ, അത് മേടിച്ചിട്ട് നന്നായിട്ട് ഡബിൾ ഷാമ്പു ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്രൈഡ്സ് അതൊന്ന് ശ്രദ്ധിക്കൂലേ. നല്ല ബൾബ് കത്തിയ പോലത്തെ ഒരു ചിരി കേട്ടോ ചഞ്ചലിന്. നിങ്ങൾക്ക് ആർക്കൊക്കെ ചഞ്ചലിൻ്റെ ചിരി ഇഷ്ടമായി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏറ്റവും ഫേവറേറ്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്പും സ്മൈലും ആണ്. നമ്മൾ ലൈറ്റായിട്ട് മുല്ലപ്പ്, കുറച്ച് മുല്ലപ്പ് വെച്ച് കൊടുക്കാം. സെക്കൻഡ് ലുക്കിന് നിറയെ മുല്ലപ്പ് വെച്ച് കൊടുക്കാമെന്നായിരുന്നു പ്ലാന്. നിങ്ങൾ ആരൊക്കെ ചഞ്ചലിൻ്റെ മാല ശ്രദ്ധിച്ചു? ഏറ്റവും അടിപൊളിയായിട്ട് ആൾ സെലക്ട് ചെയ്തത്, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, ഞാൻ ഭയങ്കര ഇമ്പ്രസ് ആയ ഒരു മാല കേട്ടോ ഇത്. ഒരൊറ്റ മാലയായിരുന്നു നമ്മൾ ടെമ്പിൾ ലുക്കിന് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമുക്ക് വളരെ കട്ടി കുറഞ്ഞ് കെട്ടിയ മുല്ലപ്പൂ കേട്ടോ കിട്ടിയത്. നിങ്ങൾ ഇച്ചിരി കട്ടി കൂട്ടി കെട്ടിത്തരാനൊക്കെ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ലുക്കിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. സാരി കൊടുത്തു, മുടിയിൽ മുല്ലപ്പൊക്കെ വെച്ച് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിക്ക് ഗുരുവായൂർ ബ്രൈഡ്സിനെ, ടെമ്പിൾ ലുക്ക് ബ്രൈഡ്സിനെ കാണാൻ വലിയ ഇഷ്ടമാണ്. വളരെ സെർട്ടിലായിട്ടുള്ള മേക്കപ്പ്, സിമ്പിൾ ഓർണമെൻറ്റ്സ്, സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈല് എനിക്ക് വലിയ ഇഷ്ടമാണ് ടെമ്പിൾ ലുക്ക് ബ്രൈഡ്സിനെ. ചഞ്ചലിന് ഹെയർ കേളൊന്നും ചെയ്യണ്ട, ഓൺ ഹെയർ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളങ്ങനെ അനുഗ്രഹമൊക്കെ മേടിച്ച് കെട്ടിന് വേണ്ടിയിട്ട് അമ്പലത്തിലോട്ട് പോയി. ഞങ്ങൾ സെക്കൻഡ് ലുക്കിന് വെയിറ്റ് ചെയ്തു. ഒക്കെ കഴിഞ്ഞ് ആളെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ സാരി അങ്ങ് ചേഞ്ച് ചെയ്തു. എന്നിട്ടാണ് ഞാൻ ആളെ ഇരുത്തിയത്. നമ്മൾ ബാക്കിൽ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഹെയർ സ്റ്റൈലിന് മൊത്തമായിട്ട് നമ്മൾ 4 പിന്നിൽ പിന്നി സ്വന്തം ഹെയറിൽ തന്നെ ചെയ്തിട്ട് നമ്മളൊന്ന് പുള്ളി ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ഇത്രയും കൂടെ ഓളിയൊക്കെ തോന്നാൻ വേണ്ടിയിട്ട്. ഹെയർ പിന്നെ കഴിഞ്ഞിട്ട് നമ്മൾ മുല്ലപ്പ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് സുന്ദരിയാവണ്ടേ? പുതിയ കണ്ണ് വെച്ചതാണോന്ന്? പുതിയ കണ്ണല്ല, ലെൻസ് വെച്ചതാ. കുട്ടിപ്പട്ടാളം ഇവിടെ കൊറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബാക്കിലെല്ലാം മുല്ലപ്പൂ കൊണ്ട് കവർ ചെയ്യാണ് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ മുല്ലപ്പൂ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾക്കും ആ ലുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവിടെ കവർ ചെയ്ത് മുല്ലപ്പൂ ഫിക്സ് ചെയ്തു. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റിൽ ഒന്നുകൂടെ പറയുകയാണ്. ഇതിന് കുടമുല്ല എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ലൂസപ്പായിട്ടാണ് കെട്ടിയിട്ടുള്ളത്. നമുക്ക് തിക്കിന് കെട്ടിയ കുടമുല്ല ഉണ്ടെങ്കിൽ കുറേയും കൂടെ നല്ല ഭംഗി ഉണ്ടാവാൻ കാണാൻ കുറച്ച് മുല്ലപ്പൂ മതി. എൻ്റെ ബ്രൈഡ്സിൽ ഒരുപാട് റിപ്പീറ്റ്ലി സാരി കാണാറുണ്ടെങ്കിലും ഞാൻ ഈ ഒരു കളർ കോംബോ ആദ്യമായിട്ട് എൻ്റെ ബ്രൈഡിൽ കിട്ടാറ് കേട്ടോ. പാവം കല്യാണച്ചക്കൻ അവിടെ കല്യാണവേഷത്തിൽ തന്നെ ഇവിടെ ബ്രൈഡിനെ കാത്തിരിക്കുകയാണ്. ഇതൊരു ഓറഞ്ച് ടച്ചുള്ള ഒരു കളറാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഈ ഗ്രീന് നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ രാവിലെ വെച്ച ഗ്രീൻ പോട്ട് അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയറൊക്കെ ഒന്ന് റീടച്ച് ചെയ്തു.
അത് കഴിഞ്ഞിട്ട് ആളോട് ഞാൻ ചോദിച്ചു താഴെയുള്ള മുടി കേൾ ചെയ്തിടണോ അത് വെറുതെ ഇട്ടാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ വെറുതെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ സെൻറ്റർ പോർഷനിൽ റെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലിപ്പിൽ. എനിക്ക് ഫസ്റ്റ് ലുക്ക് പോലെ തന്നെ ഫേവറേറ്റ് ആയിരുന്നു ചഞ്ചലിൻ്റെ സെക്കൻഡ് ലുക്കും. അങ്ങനെ ചെക്കനും പെണ്ണും കൂടെ ഒരുങ്ങി റെഡിയായി ഇവിടുന്ന് നേരെ മണ്ഡപത്തിലോട്ടേക്ക് പോവാണ്. എന്നാ പോയിട്ട് പോരെ. പിന്നെ വരില്ലേ. അങ്ങനെ ആളെ മണ്ഡപം ലുക്കിന് വേണ്ടി പറഞ്ഞു വിട്ടോ. ചഞ്ചലിൻ്റെ വീട് ദുരാരമ്പലത്തിൻ്റെ അടുത്താണ്. ഇനി നമുക്ക് ഈവനിങ് റിസപ്ഷൻ ഉണ്ട്. അത് ആളങ്ങോട്ട് വരില്ലേ നമ്മളോട് ചോദിച്ചത്. അയ്യോ അപ്പൊ ബൈ. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നുകൂടെ കഴിക്കണ്ട, ഇത് മതിയല്ലേ. കമ്പലത്തില്ലേ കാതിട്ടോ എന്റെ ഡൗട്ട്. ഗുരുവായൂർ കല്യാണം എന്നാ 2:30 തൊട്ട് തുറന്നിരിക്കുന്ന കണ്ണാന്ന് അങ്ങനല്ലോ. അത് 12 മണിക്ക് അടച്ച് 2 മണിക്ക് തുറന്നു. അതുകൊണ്ട് എന്ത് ചെയ്യാം, കല്യാണം പെണ്ണൊക്കെ കിടന്നുറങ്ങുക. ഇനി ഇവിടെ കഴിയണമെങ്കിൽ എത്രയോ. ശരിക്കും എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? കല്യാണം അടിപൊളിയായിരുന്നു. ഗുരുവായൂർ വെച്ച് കേട്ടൊക്കെ ഉണ്ടായിരുന്നു. തിരക്കായിരുന്നു? ഇന്ന് തിരക്കിയില്ലാത്ത കല്യാണമായിരുന്നു. ഇല്ലായിരുന്നു. എന്നാ കുഴപ്പമില്ല, തിരക്കില്ലാത്തൊരു പ്രശ്നമില്ല. ഈ 2 സാരി മാറ്റം റിസപ്ഷനും കൂടെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് റിവ്യൂ എടുക്കാം അല്ലേ? ഞാൻ പോകും, ഞാൻ പറ്റിച്ചു. അപ്പൊ ഞങ്ങള് ബാക്കി റെഡിയിട്ട് വരാം കേട്ടോ. തിരിഞ്ഞോക്കടാ. ചേട്ടന്മാര് ആ ചേട്ടന്മാര് തിരിഞ്ഞോക്ക്, ഒന്ന് പോയിട്ടുണ്ടോക്ക്, മൂക്കൂട്ടിക്ക്. അപ്പൊ ഞങ്ങള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹെയറൊക്കെ ചഞ്ചലിന്റെ സ്വന്തം ഹെയറിൽ തന്നെ ഞങ്ങൾ കേഴ്സ് ചെയ്തത്. കാരണം എക്സ്റ്റൻഷൻ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല, എക്സ്റ്റൻഷന്റെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. നല്ല ഭംഗിയുള്ള ഒരു ലെഹങ്ക, ഒരു മജന്ത ഷെയ്ഡാ ഇതിന്. മെറൂണൊന്നുമല്ല, ഇനി ഫോട്ടോയിൽ അങ്ങനെ കിട്ടുന്നൊന്നും പറയത്തില്ല. അതിനൊരു ഗ്രീൻ ഫുൾസ് ഒക്കെയുള്ള നെക്ക് പീസ് ഒക്കെ പെയർ ചെയ്തു. ആള് സിന്ദൂരൊക്കെ തൊട്ട് പൊട്ടൊക്കെ തൊട്ടുണ്ട്. ട്രഡീഷണൽ ടച്ച് ഉള്ളതുകൊണ്ട് ഞങ്ങൾ കേൾസും ചെയ്ത് അങ്ങനെ മിക്സ് മാച്ച് ചെയ്ത് എടുത്തു. ഇഷ്ടപ്പെട്ടു. ചഞ്ചലിന്റെ നിശ്ചയത്തിന് ഞങ്ങള് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പോലും നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അത്രയും ക്ഷീണമായിരുന്നു. പക്ഷെ പാവം ചേച്ചി കുഴപ്പമില്ല, ചേച്ചിക്ക് ഓക്കെ അല്ലേ, ചേച്ചിക്ക് ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ, നല്ലതൊന്നും ചോദിച്ചില്ല. അപ്പൊ ആ സന്തോഷം കൊണ്ട് ഇന്ന് വന്ന് ഫുൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എനിക്ക് ആ സന്തോഷം ഭയങ്കരമാണ്. എന്നെ വീണ്ടും വിളിച്ചല്ലോ. എനിക്ക് വയ്യാണ്ട് ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതെ ചെയ്തിട്ട് പോയ വർക്കിന് പോലെ തന്നെ റീകോൾ ചെയ്തതിന്റെ സന്തോഷമാണ് എനിക്ക്. 1 വർഷമായല്ലടാ? 1 വർഷമായി. എനിക്ക് വീഡിയോ പോലും പുറത്തിറക്കാൻ വേണ്ടി പക്ഷെ ഇങ്ങനെ ഇറക്കും. എൻഗേജ്മെന്റും ചഞ്ചല എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി വീഡിയോ ഒന്നും ഇറക്കുന്നില്ലേന്ന്. അന്ന് സുഖമില്ലായിരുന്നുകൊണ്ട് തന്നെ എനിക്ക് പ്രോപ്പറായി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചഞ്ചലിന് വേണ്ടിയിട്ടുള്ള ഡെഡിക്കേഷനാണ് എൻ്റെ ഈ 3 വീഡിയോയും. ചേട്ടന്മാരെ കറക്കിപ്പിക്കും. എനിക്ക് വയ്യ കറങ്ങാൻ. ചഞ്ചലിന് ഈ വീഡിയോ ഇഷ്ടമാവെന്ന് വിശ്വസിക്കണു. എന്നും മറക്കാൻ പറ്റാത്ത ബ്രൈഡ്സിൽ ഒരാളായിട്ട് ചഞ്ചല എൻ്റെ മനസ്സിലുണ്ടാവും. നിങ്ങൾക്ക് ഇതിലേതിലൊക്കെ ഇഷ്ടമായെന്ന് പറയണം.